CPM-ഉം കോൺഗ്രസും ഈ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഫൈറ്റിംഗ്, ഈ വാളയാറിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഉമ്മ. വാട്ട് ഈസ് ദിസ് മാൻ? ആലത്തൂരിലെ പുതിയങ്കം, അതിസുന്ദരമായ ഗ്രാമം, കാഴ്ച തന്നെ കാണല്ലേ നമുക്ക്. ഇതാ അപ്പുറത്ത് വയലുകളുണ്ട്, തെങ്ങ്, അതിസുന്ദരമായ ഒരു ആൽമരം, അതിന് ചുവട്ടിൽ കുറേ ഈ ഗ്രാമീണർ. ഈ ഇലക്ഷന് പ്രസക്തി എന്ന് പറയുന്നത് BJP-ക്ക് മാത്രമാണ്. എന്താ ബോർഡൊന്നും വെക്കാത്തത്? ബോർഡ് ഞങ്ങൾ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആ വരും രജനി ഡയലോഗ്. അപ്പം ഞങ്ങൾ മറ്റുള്ളവർ ചെയ്തതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ഈ കാണുന്നില്ല. ഞാൻ വരുമ്പോൾ കണ്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് നേരത്തെ നമ്മൾ പ്രചരണം ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല, ബോർഡിലോ ഫ്ലെക്സിലോ അല്ല ഞങ്ങളുടെ വികസനം. അത് അവർക്ക് ആളൊക്കെ കിട്ടണ്ടേ? ആളില്ലേ? ഫ്ലെക്സിന്റെ ആളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിയൽ മുന്നണി ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. BJP സ്ഥാനാർത്ഥികളാ? CPM-ഉം കോൺഗ്രസും ഈ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഫൈറ്റിംഗ്, ഈ വാളയാറിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഉമ്മ. വാട്ട് ഈസ് ദിസ് മാൻ? നരേന്ദ്ര മോഡിയും കൂടി അഭിഹിത ബന്ധം എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങൾ കോൺഗ്രസ്? ഞാൻ കോൺഗ്രസ് ആണ്. ഞാൻ സ്ഥാനാർത്ഥിയാണ്. എരുമയൂർ പഞ്ചായത്ത് 16-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇടതുപോലെ സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ട്. വികസനത്തിൻ്റെ ഒരു ചാർട്ട് നോക്കി പറഞ്ഞാൽ തുലം എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ചാർട്ടിനാണ് മുന്നിൽ നിൽക്കുക. കഴിഞ്ഞ 5 വർഷം എന്താ? 5 വർഷത്തിൻ്റെ കാലത്തിൽ നിങ്ങൾ ഇവിടെ എന്തെല്ലാം ക്രൈസിസ് രാജ്യത്തിൻ്റെതായി സാർ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കസ്റ്റോഡിയൻ ഉണ്ടെങ്കിൽ ഒരു പൊതുബോധം ലോകം തന്നെ അറിയപ്പെട്ടതല്ലേ. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ സാർ നിങ്ങളുടെ ചാനലുകാർ പോയതല്ലേ, അവിടുത്തെ ശോചനീയമായ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ സാർ. മാതൃഭൂമിക്കാർ കാണിച്ചാണ്. പിന്നെ എങ്ങനെ ജയിക്കുന്നു ഡെമോക്രസി ഇൻ പാർഡസ്, ജനാധിപത്യത്തിൻ്റെ സ്വർഗമാണ് ഇന്ത്യ. അപരാമനാമതയാണ് സാർ. പ്രാക്ടിക്കലായി വരുന്ന ഒരു കാലഘട്ടം അതിവിദൂരതയിലല്ലാണ്ട് ഇവിടെ വരുന്നത്. തർക്കമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പടവലങ്ങ പോലെ പോകുന്നത്. 2 സീറ്റില് രാജ്യസഭയിലെ 2 സീറ്റുമായി തുടങ്ങിയ BJP ദൈവത്തിന്റെയും ഭക്തിയുടെയും പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തി ഭരണത്തിൽ വന്നവരാണ്. നമ്മൾ പറയാനുള്ള എന്തറിയോ, ലോകത്തിന്റെ കിടുകിട വിറപ്പിച്ച ഹിറ്റ്ലർ നാമാവശേഷമായി പോയി. ഒരു വിത്ത് കണ്ടെത്തിട്ടാൽ അത് മൂപ്പത്തും വെയിറ്റ് ആൻഡ് സീറ്റ്. ഓക്കെ, 70 വയസ്സുള്ള വയോജനങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടില്ല PM ആരോഗ്യ ഇൻഷുറൻസ്. അതായത് മറ്റേ പ്രധാനമന്ത്രി. ഇത് മറന്നുപോയ നാട്ടുകാരോട് പറയണ്ടേ നമുക്ക്? പറഞ്ഞതുകൊണ്ട് കിട്ടാണ്ടായതാണ്. ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് അല്ലേ? ഈ കഴിഞ്ഞ ഏതാനും നിയമം നിർമ്മിക്കണമെന്ന് പറയുന്നുണ്ട്. നിയമം നിർമ്മിക്കണമെന്ന് ചെയ്യും. അതിന് പരിഹാരമായിട്ട് ചെയ്തിരിക്കും. ഞങ്ങൾ ചെയ്തിരിക്കും. കേന്ദ്രം ഭരിക്കും. ഇവിടെ ഒരു സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇത് ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഈ ആലത്തൂരിൽ ഒരു സീറ്റ്, BJP-ക്ക് ആലത്തൂരിൽ ഒരു സീറ്റ് വേണം. ആലത്തൂരിൽ ഒരു സീറ്റ് വേണം. വന്യജീവി ആക്രമണം മാത്രം ചർച്ച കൊണ്ടുപോകണതിൽ കാര്യമില്ല. ജനങ്ങൾക്കറിയാം വികസനം ഇവരെ നടത്തുകയുള്ളൂ, ഇടതുപക്ഷേ കൊണ്ടുവരുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നടത്തുള്ളൂ എന്ന ഉദ്ദേശത്തിന്റെ പേരിലാണ് 5ാം തവണയും വരും. അതുകൊണ്ട് എന്താണ് വികസനം? പിന്നെ ഈ മഴ കൂടുതലായതുകൊണ്ട് റോഡിന് അത്യാവശ്യം തകരാറ് പറ്റി അത് നിരന്തരമായി ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർഷത്തിലുള്ള പഞ്ചായത്ത് ജലജീവൻ മിഷന്റെ പദ്ധതി വന്നതുകൊണ്ട് ഇവിടെ ആലത്തൂർ, അപ്പൊ ആ പദ്ധതിക്ക് വേണ്ടി എല്ലാ റോഡുകളും ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു. ഇത് 10-30 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കും. ഈ തർക്കം തീരൂല. എന്തായാലും ആലത്തൂർ പഞ്ചായത്തില് അടിസ്ഥാന വികസനം ഒരു മിനിറ്റ് പറയാം. ആലത്തൂർ പഞ്ചായത്തിൽ അടിസ്ഥാന വികസനം കൂടുതൽ വേണം, പ്രതിപക്ഷം വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് സജീവമായിട്ടുള്ളത്. പക്ഷേ ഭരണപക്ഷത്തുള്ളവർ പറയുന്നു ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡൊക്കെ കുഴിച്ചിട്ടുണ്ട്, അതിനൊരു പ്രശ്നമാണെന്നൊക്കെ. എന്തായാലും സജീവ ചർച്ചയാണ്. 3 മുന്നണികളും സജീവമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമെന്ന് ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ തുടരട്ടെ, തർക്കവും തുടരട്ടെ, ആവേശത്തിൽ തീരട്ടെ, അടിയാവരുത്. എന്തായാലും ആലത്തൂരിൽ നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ്.